നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ ചെയ്യാൻ പോണത് നമ്മുടെ പൂജാ റൂമിലെ വിളക്കുകളും തട്ടുകളും കിണ്ടിയൊക്കെ നമ്മൾ മെഴുക്കൊക്കെ കളഞ്ഞ് നല്ലോണം പോലെ വൃത്തിയാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ 2-3 ദിവസം നമുക്ക് കഴുകാനൊന്നും പറ്റാതെ ആകുമ്പോൾ ഇതേമാതിരി കറകളൊക്കെ പിടിക്കാറുണ്ട്. അത് കഴുകാനുള്ള ഒരു വിദ്യയാണ് കേട്ടോ പറയുന്നത്. ആദ്യമായിട്ട് 1 സ്പൂണ് ഗോതമ്പ് പൊടി, പിന്നെ 1 സ്പൂണ് ഉപ്പ്, കല്ലുപ്പായാലും കുഴപ്പമില്ല, പൊടിയുപ്പായാലും. പിന്നെ വേണ്ടത് നമുക്ക് സോപ്പും പൊടിയാണ് കേട്ടോ, അല്ലെങ്കിൽ സോപ്പിൻ്റെ വെള്ളമായാലും മതി. പിന്നെ വേണ്ടത് നമുക്ക് ഇത് കുഴയ്ക്കാനുള്ള വിനീഗറാണ് കേട്ടോ വേണ്ടത്. ഈ ഗോതമ്പ് പൊടി, ഉപ്പ്, സോപ്പും പൊടി, അതിലേക്ക് ഈ വിനീഗർ ഒരു 1-1.5 സ്പൂൺ ഒഴിച്ച് നമുക്കിത് നല്ലോണം കലക്കിയെടുക്കാം. ഈ പൊടികൾക്ക് നമ്മൾ വിനീഗർ ഒഴിച്ച് നല്ല കുഴമ്പ് രൂപത്തിൽ ഇതേമാതിരി കട്ട കെട്ടാതെ നല്ലോണം കലക്കണം. കലക്കിയ ശേഷം നമുക്ക് ഏതിലാണ്, വിളക്കിലാണോ അല്ലെങ്കിൽ കിണ്ടിയിലോ, എന്താ ഓട്ടുപാത്രങ്ങളോ പിച്ചള പാത്രത്തിലൊക്കെ ഇങ്ങനെ തേച്ച് നല്ലോണം പിടിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ കുറേ വിളക്കുകളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയാട്ടോ അധികം കഴുകാറുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം വെക്കണം. അതാണ് നല്ലത്. കഴുകി കഴിഞ്ഞാൽ നല്ലോണം വെളുക്കും. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം തേച്ച് പിടിപ്പിക്കാം. നല്ല അമർത്തി തേക്കൊന്നും വേണ്ട. സാധാരണ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ തേക്കുകയാണെങ്കിൽ ചകിരിയൊക്കെ ഇട്ട് തേക്കണ്ടേ, അതിനൊന്നും ആവശ്യമില്ല. ഇത് ഇതേമാതിരി ഇങ്ങനെ തേച്ചിട്ട് കഴുകിയെടുത്താൽ നല്ല ഓട്ടുപാത്രങ്ങളും പിച്ചള പാത്രമൊക്കെ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ വിളക്കിലെ മെഴുക്കൊക്കെ പോയി നല്ല ഭംഗിയിലുള്ള വിളക്കുകളും കിണ്ടികളും ഒക്കെ പ്ലേറ്റുകളും ഒക്കെ സ്വാമി റൂമിൽ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.